എത്രയും പെട്ടെന്ന് ഞാനൊരു കള്ള ജോത്സ്യനെ രംഗത്തിറക്കും. ആ ജോത്സ്യൻ വഴി നിന്റെയും അമൃതയുടെയും കല്യാണം ഞാൻ നടത്തും. പ്ലാനൊക്കെ കൊള്ളാം, പക്ഷെ ജോത്സ്യനെ പഞ്ചരത്നങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിപ്പിക്കണം. അതിലാണ് നമ്മുടെ മിടുക്കും സാമർഥ്യമൊക്കെ ഇരിക്കുന്നത്. എന്നാലും ചേച്ചി ഒരു പ്ലാൻ ബിയും കൂടി മനസ്സിൽ കാണണം. കാരണം ഇത്രയും നാളത്തെ നമ്മുടെ അനുഭവം വെച്ച് പ്ലാൻ എ മുഴുവൻ പരാജയപ്പെട്ട ചരിത്രമേ ഉള്ളൂ. ഇത്തവണ നമ്മൾ ജയിക്കും മഹി. നീ സമാധാനമായിട്ടിരിക്കെ. ചേച്ചി, ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി. എന്താ? 2 ദിവസമായിട്ട് അളിയനെ ഇവിടെ കാണുന്നില്ലല്ലോ. അളിയൻ എവിടെയെങ്കിലും പോയതാണോ? ആ, എനിക്കറിയില്ല. എന്തായാലും ചേച്ചി അറിയാതെ അളിയൻ ഇത്രയും ദിവസം ഇങ്ങനെ ഇവിടെ മാറിയിക്കില്ല. പഞ്ചരത്നങ്ങളുടെ കല്യാണം തീരുമാനിച്ച വിവരം അളിയൻ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. ചേച്ചി അതിൻ്റെ പേരിൽ അളിയനോട് വഴക്കിടാൻ പോയി. അതിനുശേഷം അളിയനെ കണ്ടിട്ടേ ഇല്ല. നീ വളഞ്ഞു ചുറ്റി എന്താ പറയുന്നതെന്നൊക്കെ എനിക്ക് മനസ്സിലായി. അങ്ങനെ വല്ലതും സംഭവിച്ച എന്റെ പേരിലുള്ള കേസുകൾ കൂടി അയാളുടെ പേരിലാക്കാൻ എളുപ്പമാ. ആ വഴിക്കല്ലേ നീ പോയത്? അതെ, അത് തന്നെയാണ്. ചേച്ചിക്ക് അങ്ങനെ വല്ല കയ്യബദ്ധം പറ്റിയതാണോ? അല്ല, വേണ്ടി വന്ന അളിയനെ തീർക്കുമെന്ന് ചേച്ചി പലപ്പോഴും പറഞ്ഞിട്ടുമുണ്ട്. ഇനി ചേച്ചി തട്ടിയതാണെങ്കിലും ഞാൻ ആരോടും പറയില്ല. ചേച്ചിയുടെ മുഖം കണ്ടിട്ട് എനിക്ക് നല്ല സംശയമുണ്ട്. എന്നോടെങ്കിലും സത്യം പറ. വിവേകിന്റെ കാര്യത്തില് ആരാധ്യയുടെ ജോലിക്കാരി മുതലേ ചില സംശയങ്ങളുണ്ടായിരുന്നു. അനഘയ്ക്ക് വിവേകിനെ അമിതമായ വിശ്വാസമായതുകൊണ്ടാണ് നമ്മൾ ആ കാര്യം അന്ന് വിട്ടുകളഞ്ഞത്. കുറച്ചുകൂടെ അന്വേഷിക്കേണ്ടതായിരുന്നു. അത് നമ്മുടെ ഭാഗത്തുനിന്നുള്ള വീഴ്ച തന്നെ. ഇനി ഒന്നും അന്വേഷിക്കേണ്ടതില്ല. അയാൾ ഒരു ചതിയനാണെന്ന് തെളിഞ്ഞു. ഈശ്വരനായിട്ട് തന്നെ അത് കാട്ടിത്തന്നു. കല്യാണം നടന്നിട്ടാണ് ഇതൊക്കെ അറിഞ്ഞിരുന്നതെങ്കിലോ? അത് ശരിയാ. ഇവൻ കാരണം അഖിലയുടെ കല്യാണം മാറ്റിവെക്കേണ്ട അവസ്ഥയല്ലോ. ഈ കല്യാണം മാറ്റിവെക്കുന്ന കാര്യം സൗദേമാവനോട് പറഞ്ഞു? ഇല്ല, നാളെ നേരിട്ട് പോയി ഞാൻ തന്നെ പറയാന്ന് വിചാരിക്കുന്നു. മാമനെ കാണാൻ പോകുമ്പോ അഭി എന്റെ കൂടെ വരണം. അതിനെന്താ, വരാലോ. അതെ, കല്യാണം മാറ്റിവെച്ച സ്ഥിതിക്ക് ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ താൻ സത്യം പറയണം. അഖിലയുടെ ആകാശിന്റെ കല്യാണം ഉറപ്പിക്കാനായിട്ട് സഹദേമാവനും കുടുംബം ഇവിടെ വന്നില്ലേ? ആ ദിവസം തന്നെ മാറ്റിയെടുത്ത് ഈ അംബികാന്റി എന്താ പറഞ്ഞത്? അത് ഞങ്ങൾ തമ്മിലുള്ള പിണക്കം പറഞ്ഞു തീർത്തതാ, അതല്ലാതെ മറ്റൊന്നും സംസാരിച്ചിട്ടില്ല. ഹായ് അബിയേട്ടാ. എന്താ ഇൻവെസ്റ്റിഗേഷൻ? ഞങ്ങള് വിവേകേട്ടന്റെ ഹോസ്പിറ്റൽ റെക്കോർഡ്സ് മുഴുവൻ എടുത്തു. അതില് വേറെയും ചില കൺഫ്യൂഷൻസ് ഉണ്ട്. എന്ത് കൺഫ്യൂഷൻ? പവിത്രൻ എന്ന് പറയുന്ന ആളാ വിവേകേട്ടന്റെ ലോക്കൽ ഗാർഡിയൻ. ഇതേ പവിത്രൻ മറ്റൊരു അസുഖത്തിന് അതേ ഹോസ്പിറ്റലിൽ ചികിത്സിച്ചപ്പോ അനന്തരവനാണെന്നും പറഞ്ഞ് വിവേകേട്ടന്റെ പേരാ കൊടുത്തിരിക്കുന്നത്. ഇൻഷുറൻസ് ക്ലെയിം ഉണ്ടായിരുന്നതുകൊണ്ട് പവിത്രന്റെ ഡീറ്റെയിൽസ് കൂടി ഞങ്ങൾ എടുത്തു. അതില് പവിത്രന്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. കല്യാണം ഉറപ്പിക്കാൻ വിവേകേട്ടന്റെ ഡാഡിയാണെന്നും പറഞ്ഞ് ഇവിടെ വന്ന ആളാണ് ഈ പറഞ്ഞ പവിത്രൻ. ഇതാണ് പവിത്രന്റെ ഫോട്ടോ. ഇതേ പവിത്രൻ തന്നെ ആയിരിക്കും മുമ്പ് ആരാധ്യയുടെ PSC വിഷയത്തില് ഈ രാഷ്ട്രീയക്കാരുമായിട്ട് ഇടപെട്ട ഒരു കള്ളുടിയും വക്കീലില്ലേ, ഞാനത് പറഞ്ഞില്ലേ? ഇതൊരു വലിയ ചതിയെന്നാ അനഘ രക്ഷപ്പെട്ടത്. വിവേകേട്ടന്റെ വീട്ടിൽ പോയി അന്വേഷിക്കണമെന്ന് കരുതിയാ ഞങ്ങൾ ഡീറ്റെയിൽസ് എടുത്തത്. കേട്ടെടുത്തോളം ഇനി കൂടുതൽ അന്വേഷിക്കേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു. എന്താ അങ്ങനെ തോന്നാൻ കാരണം? വിവേകേട്ടനെതിരെ ഞങ്ങളുടെ അന്വേഷണമല്ല, ശരിക്കും അയാളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമായിരുന്നു വേണ്ടത്.
ഞാൻ ട്രെയിനിങ് പൂർത്തിയാക്കി SI ആയി ചാർജ് എടുത്തു കഴിഞ്ഞാ ഇതുപോലെ പെൺകുട്ടികളെ ചതിക്കാൻ ശ്രമിക്കുന്നവരെയാ ആദ്യം തൂക്കി അകത്തിടാൻ പോകുന്നത്. വിഷമിക്കണ്ട. കൈ ശരിയായി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടിയാലേ ജോലിക്ക് കയറ്റുന്ന കാര്യം ഞാൻ ഏറ്റു. അതെ, നേരം കളയുന്നില്ല, ഞാൻ ഇറങ്ങട്ടെ. ടാറ്റ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വിട്ടുപോയി. എന്താ പി? നന്നായിട്ടുണ്ട്. എന്ത് മാറ്റം? എന്ത് മാറ്റം? തന്റെ ഈ ഡ്രസ്സിംഗ് സെൻസിൽ വന്ന മാറ്റം അത് നന്നായിട്ടുണ്ടെന്നാ പറഞ്ഞത്. ഇതോ? എന്റെ ഡ്രസ്സിംഗ് സെൻസിന് ഒരു ചേഞ്ചും വന്നിട്ടില്ല. ഇത് അവളുമാര് 4 കൂടെ എന്നെ നിർബന്ധിച്ചിടിപ്പിച്ചതാ. എന്തായാലും തനിക്ക് നന്നായി ചേരുന്നുണ്ട്. ഞാനിത് സ്ഥിരമാക്കാൻ ഉദ്ദേശിച്ചിട്ടൊന്നുമില്ല. എനിക്ക് എപ്പോഴും ഇഷ്ടം സാരിയാ. അവരവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. എന്നാലും തന്നെ ചുരിദാറിൽ കാണുമ്പോൾ ഒരു പ്രത്യേകതയൊക്കെ ഉണ്ട്, ഒരു പ്രത്യേക സൗന്ദര്യം. അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതൊക്കെ അബി എന്നെ ചുരിദാറിട്ട് ആദ്യമായിട്ട് കാണുന്നോണ്ട് തോന്നുന്നതാ. എന്നാലേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഓ, അനുവാദം തന്നിരിക്കുന്നു, ചോദിച്ചോ. സാരി ഉടുത്ത എന്നെയാണോ അതോ ചുരിദാറിട്ട എന്നെയാണോ കൂടുതൽ ഇഷ്ടം? അല്ല, ചുരിദാറിട്ട് കഴിഞ്ഞപ്പോ കുറച്ചുകൂടെ സ്മാർട്ട് ആൻഡ് എലഗന്റ് ആയി എന്നുള്ളത് വാസ്തവം തന്നെ. പക്ഷെ തന്നോടുള്ള എന്റെ സ്നേഹം ഇതൊന്നും വെച്ച് താരതമ്യം ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? തന്റെ ഈ ഒരു ബാഹ്യ സൗന്ദര്യത്തെക്കാൾ എനിക്കിഷ്ടം തന്റെ മനസ്സിന്റെ ഭംഗിയാ. എന്നോടുള്ള സ്നേഹം മുഴുവനും ഉണ്ട് ഈ ചിരിയില്. ഇതാണ് ഏറ്റവും മനോഹരം. അവളുമാര് വല്ലതും കണ്ട പിന്നെ അത് മതി. ഓ, അവർക്കൊന്നും അറിഞ്ഞൂടാത്ത പോലെ. മതി പഞ്ചാരടിച്ചത്. സ്ഥലം വിട്ടെ. പോ 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 പോ. പോയിട്ട് അത്യാവശ്യമൊന്നും ഇല്ലായിരുന്നു. പോട്ടെ. ശരി. നെഞ്ചിലെ ശ്വാസമേ അവളുമാര് പറഞ്ഞപ്പോ എനിക്ക് വലിയ ഭംഗിയൊന്നും തോന്നിയില്ല. പക്ഷെ ഇപ്പൊ ഒരു ചന്തമൊക്കെ തോന്നുന്നുണ്ട്. എന്തായാലും കൊള്ളാം. ബുദ്ധിമോശ മോളെ കാണിക്കുന്നേ. മോളെ മണ്ണെണ്ണ കത്തിപ്പിടിക്കുന്ന വഴി അറിയില്ല. ഒറ്റ ബുദ്ധിക്ക് വേണ്ടാതിനൊന്നും കാണിക്കല്ലേ. നിന്റെ ചേച്ചിയുടെ മുഖമെങ്കിലും നീ ഒന്ന് ഓർക്ക് മോളെ. മോളെ ഞാൻ പറയുന്നൊന്ന് കേക്ക് മോളെ. എനിക്കൊന്നും ഓർക്കണ്ട. മണ്ണെണ്ണ തീരുമാനിച്ചു കത്തിപ്പോയാൽ എന്താവും അറിയാൻ നിനക്ക്. അവിടുന്ന് മോളെ ഇതൊന്ന് വാങ്ങിയേ. അവിവേകം കാണിക്കരുത്. ഇതല്ല ഒന്നിന്റെ പരിഹാരം. മോളെ എന്താ ഇത് മോളെ? അവിവേകം കാണിക്കുന്നതിന് മുമ്പ് ചേച്ചി അനിയത്തിമാരെ ഒന്ന് ഓർക്കണം. അയ്യോ, ആ മണ്ണെണ്ണ ഇങ്ങോട്ട് തരണം. ഇത് ഞാൻ ചെയ്തിരിക്കും. അയ്യോ അയ്യോ, കൊടുക്കല്ലേ. കൊടുത്ത അനഘമോൾ കത്തിക്കും. ചേച്ചി എനിക്ക് പറഞ്ഞ മനസ്സിലാക്ക്. പറഞ്ഞു കേക്കാൻ. അയ്യോ
5 പേരിൽ ഒരാൾ ഇല്ലാതായ പിന്നെ ഞാൻ ഈ ലോകത്തുണ്ടാവില്ല. അനഘേച്ചിക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നി? എന്ത് ബുദ്ധിമോശം അനഘേച്ചി കാണിച്ചേ. അയ്യോ, അതിന് നിങ്ങളോടൊക്കെ ഞാൻ എന്ത് ചെയ്തൂന്നാ? നീ ഒന്നും ചെയ്തില്ലേ, പിന്നെ ഇപ്പൊ എന്താ നീ കാട്ടിക്കൂട്ടിയത്? ഷെടാ, വിവേക് എനിക്ക് വാങ്ങി തന്ന കുറെ ഡ്രസ്സ് കത്തിച്ചു കളയുന്നതിന് നിങ്ങളൊക്കെ എന്തിനാ അനാവശ്യ ബിൽഡപ്പ് കൊടുക്കുന്നേ? അതിനുള്ള സ്വാതന്ത്ര്യം പോലും എനിക്കില്ലേ? ഡ്രസ്സോ? എന്ത് ഡ്രസ്? ഇത് നോക്ക്, ഇതാ 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 ഞാൻ പറഞ്ഞത്. നല്ല ഒന്നാം തരം ഡ്രസ്സുകളെ അമൃതമോളെ. ഇത് കത്തിച്ച കർത്താവ് പോലും സഹിക്കത്തില്ല. ഇത് കത്തിച്ച് കളയാൻ വേണ്ടി പുറത്തേക്ക് പോകാൻ തുടങ്ങുമ്പോഴാ ഭാഗ്യത്തിന് ഞാൻ കണ്ടത്. തടഞ്ഞതു. ഈ ഡ്രസ്സ് കത്തിക്കാനാണോ ഈ മണ്ണെണ്ണ തീപ്പെട്ടിയൊക്കെ? പിന്നല്ലാതെ നിങ്ങളൊക്കെ എന്താ വിചാരിച്ചത്? ഞാൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചാണെന്നോ? നല്ല ഒന്നാം തരം ഡ്രസ്സ് കത്തിച്ച് കളയുന്നത് ആത്മഹത്യയേക്കാൾ കുറ്റകൃത്യമാ മോളെ. ഒന്ന് മിണ്ടാതിരിക്കും സിസ്റ്ററെടുത്തി. വെറുതെ വിളിച്ചു കൂവി ആളെ കൂട്ടി അലമ്പാക്കിയിട്ട് ഇന്ന് സംസാരിക്കുന്നോ? വിവേകിനെ കുറിച്ചുള്ള ഓർമ്മകൾ പോലും എന്റെ മനസ്സിൽ നിന്ന് മായണം. അതിന് അവൻ തന്ന സമ്മാനങ്ങളെല്ലാം ഇരിഞ്ഞടങ്ങണം. എന്നാലേ എനിക്ക് അവനോട് തോന്നിയ സ്നേഹവും അതുപോലെ എരിഞ്ഞു തീരും. എന്റെ ഫോണിലുണ്ടായിരുന്ന അവന്റെ ഫോട്ടോസും അവന്റെ ഫോൺ നമ്പറും എല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്തു. ഇനി ആകെ ബാക്കിയുള്ളത് ഇതൊക്കെയാ. ഇതും കൂടി കത്തിച്ചു കളഞ്ഞ ഒക്കെ കഴിഞ്ഞു. ആയിക്കോട്ടെ, നീ ആഗ്രഹിക്കുന്ന അങ്ങനെയാണെങ്കിൽ അത് നിന്നെ സഹായിക്കുമെങ്കിൽ ഞാൻ നിന്നെ തടയില്ല. കൃഷ്ണേട്ടാ, അതങ്ങ് കൊടുത്തേക്ക്. നടക്കത്തില്ല. എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഇതൊന്നും കത്തിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ചേട്ടത്തിക്ക് എന്തിനാ ഈ ചുരിദാറൊക്കെ? ഇതൊക്കെ വെട്ടി ഞാൻ ഫ്രോക്ക് തയ്ച്ചിടും. അല്ല പിന്നെ മോളെ, നിന്റെ മനസ്സിലിപ്പോ എന്താന്ന് ചേച്ചിക്കറിയാം. പക്ഷേ ഒരു കാര്യം മാത്രം നീ ഓർത്താ മതി. ഇതിനേക്കാളും നല്ലൊരു ജീവിതം ദൈവം നിനക്ക് കണ്ടുവച്ചിട്ടുണ്ടാവും. എന്റെ സങ്കടം മാറിക്കോളൂ അമൃതേച്ചി. ആ ജീവനാന്ത വിവേകിനെ ഓർത്ത് സങ്കടപ്പെട്ട് ജീവിക്കൊന്നുമില്ല ഞാൻ. ഇവളുടെ ആകാശേട്ടന്റെ കാര്യത്തിൽ ഉടനെ ഒരു തീരുമാനം എടുക്കേണ്ടത്. ദേ, അതൊന്നും ആലോചിച്ച് അനഘേച്ചി ടെൻഷൻ ആവണ്ട. ഞങ്ങളുടെ കല്യാണം നടക്കാൻ കുറച്ചു കാലം കൂടി കാത്തിരിക്കണമെന്ന് ഞാൻ ആകാശേട്ടനോട് പറഞ്ഞു കഴിഞ്ഞു. അതിന് ആകാശേട്ടന് ഒരു ബുദ്ധിമുട്ടുമില്ല. ആകാശിന്റെ വിവാഹം 3 മാസത്തിനുള്ളിൽ നടക്കണം. നടന്നേ പറ്റൂ. എനിക്കതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. നിനക്ക് ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പഞ്ചരത്നങ്ങൾ അതിന് തയ്യാറാവണം. അമൃത തയ്യാറാവണം. ഇത്രയും കാലം പഞ്ചരത്നങ്ങളുമായുള്ള ബന്ധത്തെ എതിർത്തുകൊണ്ടിരുന്ന നീ എന്തിനാ ഇപ്പൊ ധൃതി പിടിച്ച് കല്യാണത്തിന് വാശി പിടിക്കുന്ന അമ്പിയെ? പഞ്ചരത്നങ്ങളോടുള്ള എന്റെ പഴയ സമീപനം ഞാനങ്ങ് മാറ്റി സഹദേവേട്ട. അഖിലയെ മരുമോളായി എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാനും ഈ വീടിന്റെ താക്കോൽ അവളെ ഏൽപ്പിക്കാനും എനിക്ക് തിടുക്കായി. അതെ, ഈ വീട്ടിലെ മൂത്ത മരുമകൾ എന്ന നിലയ്ക്ക് ദിവ്യപ്രഭയ്ക്ക് അമ്മ വീടിന്റെ താക്കോൽ കൊടുക്കേണ്ടത്. എനിക്ക് ശേഷം ഈ വീടിന്റെ ഭരണം ആര് നടത്തണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരവും അവകാശവും എനിക്ക് മാത്രം. എന്റെ പിൻഗാമിയായി ഈ വീടിന്റെ ഭരണം ഞാൻ ഏൽപ്പിക്കാൻ പോകുന്നത് അഖിലമോളെയാ. ആ അധികാരം ഞാൻ എന്റെ അഖിലമോൾക്ക് മാത്രമേ കൊടുക്കൂ. ദേ, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആകാശ് മോന്റെ കല്യാണം നടത്തണം. അല്ല, വിവാഹം നടത്താൻ അമൃതയ്ക്ക് ആവശ്യത്തിന് സമയം കൊടുക്കണം. അതാ എന്റെ അഭിപ്രായം. അച്ഛന്റെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു. അതെ, അഖിലയുമായിട്ടുള്ള കല്യാണം ഉടനെ നടന്നില്ലെങ്കിലേ ആകാശിന് വേണ്ടി വേറെ പെണ്ണാലോചിക്കണം. എനിക്കിങ്ങനെ കാത്തിരിക്കാനൊന്നും വയ്യ.
ആകാശിന്റെ കല്യാണത്തിന് നീ എന്തിനാടാ കാത്തിരിക്കുന്നത്? എല്ലാം നടക്കുമേ. അമ്മ വെറുതെ ടെൻഷൻ അടിക്കണ്ട. അടുക്കളയിൽ ഒരുപാട് പണിയുണ്ടമ്മേ. അമ്മ വന്നേ. അടുക്കളയിൽ പണിയുണ്ടെന്ന് പറഞ്ഞിട്ട്? അടുക്കള പണിയേ അവിടെ നിൽക്കട്ടെ. അതിനു മുൻപേ എനിക്ക് ആന്റിയോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ആന്റി, എത്ര തള്ളി മറിച്ചാലും അഖിലയുടെയും ആകാശിന്റെ കല്യാണം നടക്കാൻ പോകുന്നില്ല. ഇന്നലെ മുതൽ 100 ദിവസം തന്നെ എന്റെ സ്വർണം തിരിച്ചു തരുമെന്ന് ആന്റി വലിയ വീരവാദമൊക്കെ അടിച്ചു. ആകാശിന്റെ കല്യാണം നടക്കാത്ത സ്ഥിതിക്ക് ഇനി അതൊന്നും നടക്കില്ല. ഇനി വിരലിലെണ്ണാവുന്ന വെറും 99 ദിവസമേ ബാക്കിയുള്ളൂ. അതിനുള്ളില് എനിക്കെന്റെ സ്വർണം തിരിച്ചു കിട്ടിയിരിക്കണം. നീ എന്നെ ഭീഷണിപ്പെടുത്തൊന്നും വേണ്ട. പറഞ്ഞ സമയത്ത് ഞാൻ എന്റെ വാക്ക് പാലിച്ചിരിക്കും. പറഞ്ഞ ദിവസത്തിനുള്ളിൽ ആകാശിന്റെ കല്യാണം നടത്താനുള്ള വഴിയൊക്കെ എനിക്കറിയാം. അതിനുശേഷം നിന്റെ 60 പവന്റെ സ്വർണം മുഖത്തെറിഞ്ഞു തന്നിട്ട് വേണം എനിക്ക് ഈ കുടുംബത്തിലെ എല്ലാ അധികാരവും അഖിലയ്ക്ക് കൊടുക്കാൻ. അവള് വന്ന് ഈ കുടുംബത്തിൽ കയറിയ നിന്റെ ഒരു കളിയും നടക്കാൻ പോകുന്നില്ല. അവള് നിന്നെ ചവിട്ടി അരച്ചു കൂട്ടും. നോക്കിക്കോ. അഖില പോയിട്ട് പഞ്ചരത്നങ്ങളിൽ 5 പേരും ഒരുമിച്ച് വന്നാലും എന്നെ ഒരു ചുക്കും ചെയ്യാൻ പോണില്ല. അതൊക്കെ നിന്റെ വെറും വ്യാമോഹം മാത്രം മോളെ. നമുക്ക് കാണാം. നിന്റെ അമ്മ പറഞ്ഞിട്ട് പോയതൊക്കെ കേട്ടല്ലോ. അവരുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് ഇപ്പോഴെങ്കിലും പിടികിട്ടിയോ? ഞാനിപ്പോ അതൊന്നും അല്ല ആലോചിക്കുന്നത്. ആകാശിന്റെ കല്യാണം നടന്നാലെങ്കിലും നമ്മുടെ ഫസ്റ്റ് നൈറ്റ് നടക്കുമെന്ന് കരുതിയതാ. ആ പ്രതീക്ഷയാണ് ഇല്ലാതായത്. അമ്മ 100 ദിവസം അവധി പറഞ്ഞു. അതിലൊരു ദിവസം കഴിഞ്ഞു. ബാക്കി ദിവസങ്ങൾ ഞാൻ കലണ്ടറിൽ ചുവന്ന വരയുടെ ഇരിക്കുമായിരുന്നു. അതെല്ലാം പോയില്ലേ. ഇങ്ങനെ നിരാശപ്പെടണ്ട. നീ എന്താ പറഞ്ഞത്? സ്വർണം കിട്ടിയില്ലെങ്കിലും നീ ഫസ്റ്റ് നൈറ്റിന് റെഡിയാണെന്നല്ലേ? ഞാൻ അങ്ങനെ പറഞ്ഞോ? സ്വർണം കിട്ടിയാൽ മാത്രമേ ഫസ്റ്റ് നൈറ്റ് ഉള്ളൂ. ഞാനേ പറയാൻ വന്നത് മറ്റൊരു കാര്യം. നിന്റെ അമ്മ എന്ത് വില കൊടുത്തും ഈ കല്യാണം നടത്തും. അവർക്ക് അത്രയും വാശിയുണ്ട്. ഈ കല്യാണം നടന്ന എന്റെ 60 പവൻ എനിക്ക് കിട്ടും. അത് കിട്ടിയ നമ്മുടെ ഫസ്റ്റ് നൈറ്റ്. ദൈവമേ, ആകാശിന്റെ കല്യാണം എങ്ങനെയെങ്കിലും നടക്കണേ. എങ്കിലേ എന്റെ ഫസ്റ്റ് നൈറ്റ് നടക്കൂ. എന്താടി? അമൃതീച്ചി ആതിരയോടൊന്ന് കാര്യമായിട്ട് സംസാരിക്കണം. കാര്യം എന്താ? നാളെ രാവിലെ അവൾക്ക് തൃശ്ശൂർ പോകാനായിട്ട് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുക. അതിപ്പോ ക്യാൻസൽ ചെയ്യണമെന്നാ പറയുന്നേ. ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല അമൃതേച്ചി. ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാൻ ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായത്? എന്തുണ്ടാവൻ? അവൾക്ക് പോണ്ട, ഒരേ മടി. അതെങ്ങനെ ശരിയാവും? ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. നാളെ അവള് പോയേ പറ്റൂ. ഞങ്ങൾ പറയാവുന്നിടത്തോളം പറഞ്ഞു ചേച്ചി. ഒരു രക്ഷയില്ല. ഇവളിങ്ങനെ തുടങ്ങി എങ്ങനെ ശരിയാവും? കിട്ടിയ സൗഭാഗ്യത്തിന്റെ വില മനസ്സിലാക്കാതെ അവൾ ഇങ്ങനെ പെരുമാറിയാലോ? ആരാധ്യ അവളെ ഒരുപാട് നിർബന്ധിക്കുന്നുണ്ട്. എന്തായാലും ഈ കാര്യത്തിൽ അമൃതേച്ചി ഒന്ന് ഇടപെട്ടേ പറ്റൂ. ഞാൻ വരാം, നീ ചെല്ല. ഹലോ മാമി. ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനാണ് നിന്നെ വിളിച്ചത്. എന്താ മാമി? കുടുംബക്കാര് തമ്മിൽ തീരുമാനിച്ച വിവാഹം മാറ്റിവെക്കാനുള്ള തീരുമാനം ആകാശിനോടാണോ പറയണ്ടേ? അത് മാമി,
നാളെ ഞാനും അബിയും കൂടെ അങ്ങോട്ട് വരാനിരിക്കായിരുന്നു. 3 മാസത്തിനകം വിവാഹം നടത്താൻ പറ്റില്ല എന്ന് പറയാനാണെങ്കിലേ ഇങ്ങോട്ട് വരണ്ട. എനിക്ക് ആകാശിന്റെ വിവാഹം ആ സമയത്തിനുള്ളിൽ തന്നെ നടത്തിയേ പറ്റൂ. പെൺകുട്ടി അഖിലയാകണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.